Hi, hello dear friends, welcome back. Lakshmi Krishna and you're watching നാടൻ അടുക്കള. നാടൻ അടുക്കളയിൽ എന്നത്തെയും പോലെ തന്നെ ഈസി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഈസി റെസിപ്പീസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണ ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു മാത്രം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടിയാൽ മാത്രമേ നമ്മുടെ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വറ്റൽമുളക് നമുക്ക് 2ആയിട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിക്കുമ്പോൾ നമ്മുടെ കറിയിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മുളകൊന്ന് മൂത്തതിന് ശേഷം നമുക്കൊരല്പം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കടുകും ചുവന്ന മുളകും കറിവേപ്പിലയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇനി ഒന്ന് വഴണ്ട് വരാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഒരല്പസമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇനി ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് ഒരല്പസമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴണ്ട് വരാനായിട്ട് ഒരല്പം ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ ഉപ്പ് ചേർക്കുമ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ റിലീസായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വഴറ്റുന്ന സമയത്തിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കായിട്ട് ഒരരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കീര ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കറിയാണ്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 4 പേർക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഈ സമയം കൊണ്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചീര അരിഞ്ഞത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചുവന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് ചീര വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ച് ഈ കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ചുവന്ന ചീര നന്നായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ. ചീര വഴറ്റുന്നതിന് മുന്നേ ചേർത്താൽ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചീര ഈ ഉള്ളിൻ്റെയും തക്കാളീൻ്റെയും കൂടെയൊക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീര നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നോക്കി ഇതുപോലെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഈ അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചീര ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ്. നമ്മുടെ ഊണിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു കറി. ചീര കൊണ്ടുള്ള കറികൾ നമ്മൾ രാത്രിയിൽ കഴിക്കാറില്ലല്ലോ, അതുകൊണ്ട് ഉച്ചക്കലത്തേക്ക് മാത്രം ഒരു 4 പേർക്ക് ഊണിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ അളവിൽ നിങ്ങൾ തയ്യാറാക്കിയാൽ ഒരു 4 പേർക്ക് ഉച്ചയ്ക്ക് ഊണിന് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം കൊണ്ട് ചേർത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ കറിയിൽ ഒരല്പം ഒരു പുളിരസം കൂടെ വേണം. അപ്പോൾ നമ്മൾ ഇതിന് തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിലും ഒരല്പം പുളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് ഒരല്പം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുത്ത പുളി വെള്ളത്തിൽ നിന്ന് ഒരല്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമില്ല, ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
പുളീൻ്റെ അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരല്പം കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 1.5 കപ്പോളം വെള്ളം നമുക്ക് ഈ കറിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ചീര ഒഴിച്ചുകറി തയ്യാറാവും കേട്ടോ. ഊണിന് പറ്റിയ നല്ലൊരു കറിയാണിത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചീര ഇതുവരെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഊണിന് നമുക്ക് പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ് ഈ ചീരക്കറി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്തിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ചാറിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അധികം ചാറില്ലാത്ത ഒരു കറിയാണ്. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നോക്കി നമ്മുടെ ചീര ഒഴിച്ചുകറി തയ്യാറായിട്ടുണ്ട്. ഊണിന് പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണിത്. അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചീര കണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു ഒഴിച്ചുകറി. ഊണിന് പറ്റിയൊരു കറിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഈസി ടേസ്റ്റി ആൻഡ് സിമ്പിൾ റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.